ഇന്നത്തെ എപ്പിസോഡില് ലാലേട്ടൻ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും കൂടി ഒരു സൂചന കൊടുത്തതായിട്ട് തോന്നി. അനീഷിനെ അഖിൽമാരാരുമായിട്ടും അതേപോലെ സാബുമോനുമായിട്ടും ഒക്കെ കമ്പയർ ചെയ്തതാണ് ആദ്യത്തെ ക്ലൂ. അവരേറെക്കുറെ സമാനമായ ഒരു ഗെയിമാണ് കളിച്ചത്. അനീഷിന്റെ ഗെയിമിനെ വെച്ച് നോക്കുമ്പോൾ അതെ, 2 തവണ ലാലേട്ടൻ അനീഷിനോട് ചോദിച്ചിരുന്നു ഈ ഒരു രീതികളിൽ മാറ്റം വരുത്തുമോ എന്ന്. ആ സമയത്ത് അനീഷിന്റെ മറുപടി ഇതേപോലെ തന്നെ ജെന്യുവിൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യും, ഇതേപോലെ തന്നെ തുടരും എന്നാണ്. നെഗറ്റീവ്സും പോരായ്മകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അനീഷ് പറഞ്ഞത് ഇത് തന്നെയാണ്. നിലപാടിലും ഗെയിമിലും അനീഷ് ഉറച്ചു തന്നെ നിന്നു. ഇതിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സീസൺ 5 ഉടനീളം അഖിൽമാരാര് ലാലേട്ടൻ എപ്പിസോഡുകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, എനിക്കിവിടെ ഒത്ത എതിരാളികളില്ല എന്നുള്ളതാണ്. മാരാര് പറഞ്ഞ സെയിം സാധനം തന്നെയല്ലേ വേറൊരു രീതിയിൽ അനീഷ് പറയുന്നത്, ഞാൻ മാത്രമേ ഇവിടെ ജെന്യുവിൻ ആയിട്ട് നിൽക്കുന്നുള്ളൂ എന്ന്. സ്വയം പ്രേക്ഷകരിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന ഒരു ഗെയിമിംഗ് രീതി കാണാനായിട്ട് സാധിക്കും. സാബുമോൻ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് തുരത്തി അടിക്കും എന്നുള്ളത്. അനീഷും പല കാര്യങ്ങൾ റിപ്പീറ്റ് പറയാറുള്ളത് ഒരു മേജർ ഹിന്റ് തന്നെയാണ്. പിന്നെ ലാലേട്ടൻ ആര്യനെ പറ്റിയും റിയാസിനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. അവിടെ ലൈറ്റായിട്ട് എനിക്കൊന്ന് എന്തിനാണ് ഇവരെ പറ്റി പറയുന്നതെന്ന് ഇങ്ങനെ തോന്നിയിരുന്നു. ഇപ്പം നമ്മുടെ ജിൻഡോയെയോ അല്ലെങ്കിൽ സീസൺ 3 മണിക്കുട്ടനെയോ ആരെ വേണമെങ്കിലും പറയാമായിരുന്നു. ഡോക്ടർ രജിത് കുമാറിനെ, അങ്ങനെ ആര് വേണമെങ്കിലും പറയാമായിരുന്നു. പക്ഷെ ലാലേട്ടൻ തെരഞ്ഞെടുത്ത 2 പേര് ആര്യ അതേപോലെ റിയാസ് എന്നിവരാണ്. അക്ബർ ഖാനും അപ്പാനിശരത്തിനും വേണ്ടിയുള്ള ഒരു ക്ലൂ തന്നെ ആയിരുന്നു ഇത്. അവര് കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ്. ആര്യയുടെ ആ ഒരു ടീം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അവരെല്ലാവരും ഡോക്ടർ രജിത് കുമാറിനെതിരെയായിരുന്നു. എന്നിട്ട് എല്ലാവരും പൊട്ടിപ്പൊളിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സീസൺ 2 തന്നെ പൊട്ടിപ്പൊളിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതേപോലെ തന്നെ റിയാസ് സലീമിന്റെ ആ ഒരു ഗ്യാങ്ങിനെ പറ്റിയും ലാലേട്ടൻ പരാമർശിക്കുന്നുണ്ട്. ഇവര് 2 പേരും വിന്നേഴ്സ് അല്ല എന്ന് ഓർത്തോണം കേട്ടോ. നെഗറ്റിവിറ്റി ഒരുപാട് കിട്ടിയിട്ടുള്ള 2 പേരാണ് ഈ റിയാസ് ആണെങ്കിലും ആര്യ ആണെങ്കിലും. റിയാസ് ജാസ്മിൻ മൂസയുടെ സപ്പോർട്ടോട് കൂടി റോബിന്റെ പുറകെ ആയിരുന്നു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് റിയാസ് ജയിച്ചോ? ഇല്ല. ഇതൊക്കെ ഓരോ സൂചനകളാണ് മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. പച്ചയ്ക്കാണ് ലാലേട്ടൻ ഇതെല്ലാം വിളിച്ചു പറയുന്നത്. എനിക്ക് വളരെ സർപ്രൈസിങ് ആയിരുന്നു ഇവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ ഈ രീതിയിൽ പരാമർശിക്കുന്നത് കേട്ടിട്ട്. ലാലേട്ടൻ വളരെ കാഷ്വൽ ആയിട്ടാണ് പരാമർശിക്കുന്നത്. ബി ടീം പ്രതീക്ഷിച്ചത് അനീഷ് ഗെയിം മാറ്റും, പ്ലേറ്റ് തിരിച്ച് വേറെ രീതിക്ക് കളിക്കും എന്ന് പറയും എന്നാണ്. അങ്ങനെ അനീഷ് പറയുമായിരുന്നുവെങ്കിൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും അനീഷിനെ വിമർശിച്ചേനെ. പിന്നെ ആ ഒരു സ്റ്റാർ ടാസ്കിന്റെ സമയത്ത് അനീഷിന്റെ സ്റ്റാർ കുത്തിയവരുടെ എണ്ണം 4 പേരാണ്. കഴിഞ്ഞ ശനിയാഴ്ച 4 എണ്ണം പോയിട്ട് 1 എണ്ണം പോലും അനീഷിന് കിട്ടുമോ എന്നത് സംശയമായിരുന്നു. പക്ഷെ ഈ ആഴ്ച അത് 4 എണ്ണമായി. കാരണം എന്താണ്? ആ 4 പേർക്കും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. ലാലേട്ടൻ ഈ കൊടുത്ത ക്ലൂസ് എല്ലാം അവർക്ക് ധാരാളമായിരുന്നു. എന്നാലും ഷോ ഡയറക്ടർ നല്ല വൃത്തിക്ക് തന്നെ എക്സിക്യൂട്ട് ചെയ്തൊരു ഭയങ്കരമായ മൈൻഡ് ഗെയിം ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അത് ലാലേട്ടനെ വെച്ച് നല്ല ബ്രില്യൻ്റ് ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തു. പഴയ മത്സരാർത്ഥികളുടെ പേര് പറഞ്ഞതിലൂടെ അവിടെ ഒരു താരതമ്യം, കമ്പാരിസൺ വർക്കൗട്ട് ആവുകയാണ് ചെയ്തത്. അപ്പാനിശരത്തും അക്ബറും ആര്യനും ഒക്കെ തല പൊട്ടിപ്പൊളിഞ്ഞിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഇനി അനീഷ് അഖിൽമാരാരെ പോലെയും അതേപോലെ തന്നെ നമ്മുടെ സാബുമോനെ പോലെയൊക്കെ പുറത്ത് വലിയ തരംഗമാണോ എന്ന്. അക്ബർ ഓൾറെഡി പുള്ളിയോട് പറഞ്ഞിട്ടിരിക്കുവാണ്, പുറത്ത് അനീഷ് ഹീറോ ആണെങ്കിൽ നീ വില്ലനാണ് എന്നും, അതേപോലെ തന്നെ പുറത്ത് അനീഷ് വില്ലനാണെങ്കിൽ നീ ഹീറോ ആണ് എന്നും. എന്തായാലും കുറെ ആലോചിക്കാനുള്ള വകയുണ്ട് ഇവർക്ക്.